സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ബ്ലോഗറുണ്ട് ഹനാൻ അങ്ങനെ തന്നെ ചങ്ങയുടെ പേര് മലപ്പുറംകാരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി ഓടിക്കുന്ന ചങ്ങാതി ഒരു വീഡിയോ കാണിച്ചു. എന്താ കാണിച്ചത്? ആ ബ്ലോഗ് ചെയ്യുന്ന സഹോദരന്റെ വാപ്പായും ഉമ്മായും ഭയങ്കര ഉപദേശം കൊടുക്കുക. പള്ളി പോണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, നന്മകൾ ചെയ്യണേ എന്നൊക്കെ ഭയങ്കര ഉപദേശം. എന്നിട്ട് മക്കള് രാത്രി പണി എന്താ? ഗാനമേളയ്ക്ക് പോകാം, ഗാനമേളയിൽ പാട്ട് പാടാൻ പോവാ, അല്ലെങ്കിൽ സ്റ്റേജ് മേൽ കയറിയിട്ട് പാട്ട് പാടുക, സിനിമ പാട്ട് പാടുക, മക്കളുടെ എല്ലാം പണി. ഇതിന് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് വാപ്പന്മാർ. ഉപദേശവും കൊടുക്കുന്നുണ്ട്, ഹറാമ് ചെയ്യാൻ വേണ്ടി ആ ചങ്ങാതിയുടെ വാപ്പ കൂട്ടുനിന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ വാപ്പാമാരെ കൊണ്ട് വല്ല കാര്യം. നിങ്ങൾ തെരഞ്ഞെടുത്ത വിഷയം അനാൻഷ നല്ലൊരു കണ്ടന്റാണ്. കൊല്ലം ഷാഫി, അതുപോലെ തന്നെ കണ്ണൂർ ഷെരീഫ്, അതുപോലെ ഇഷ്ടംപോലെ മുസ്ലിം നാമധാരായിട്ടുള്ള കലാകാരന്മാർക്കൊക്കെ അവർക്ക് വാറ്റിപ്പഴപ്പമാണ്. അവരുടെ കഞ്ഞുകൂടിയാണിത്. ഒരുപാട് മുസ്ലിം നാമധാരായിട്ടുള്ള കലാകാരന്മാർ പാട്ട് പാടിയിട്ടും സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ടാണ് കുടുംബം നോക്കുന്നത്. നിങ്ങൾ അവർക്ക് അവരുടെ അവരാണ്. നമ്മുടെ സമുദായത്തിന് അല്ലെങ്കിൽ നമ്മളെ കൗമിനെ സംബന്ധിച്ച് ഇഷ്ടംപോലെ വിഷയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലേ? ഇതൊന്നും വിഷയമല്ല. അതുകൊണ്ടാണ് പല കലാകാരും മുസ്ലിംമാർ സംസാരിക്കുന്നത്. അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഒരാളെ കുറ്റപ്പെടുത്തായിരിക്കും. അതെ, നിങ്ങൾക്ക് താല്പര്യമില്ല, അംഗീകരിക്കണില്ലേ, മനസ്സുകൊണ്ട് വെറുക്കാം, അപമാനിക്കാൻ പാടില്ല, അത്രേ പറയാനുള്ളൂ. അവർ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. അതിൽ നമ്മള് കൈയടത്തെ കാര്യങ്ങൾ പറയാം, അതിന്റെ ആവശ്യമില്ല. കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന ഓരോ ഇതാണ്. എല്ലാവർക്കും ഈ മുസ്ലിംർക്ക് ഈ കണ്ടന്റ് കിട്ടിയത് ഇല്ല. കാരണം നമുക്ക് പല വിഷയത്തിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും പബ്ലിക്കിൽ ഒരു വ്യക്തിനെയോ ഒരു വ്യക്തിന്റെ മാതാപിതാക്കളെയോ അപമാനിക്കുന്നതിനോട് ദീനായാലും എന്തായാലും ഒരു താല്പര്യമില്ല. ഈ മുസ്ലിം ചെയ്യുന്ന ബ്ലോഗ് തന്നെയല്ലേ ഇത്. അനാൻഷ അവിടെ ഉണ്ട്, റിയാദിലുണ്ട്. ഓന്റെ വാപ്പ മാറു വാങ്ങിയത്, ഉമ്മാനെ കല്യാണം കഴിക്കാൻ മാറു വാങ്ങിയത് മുത്താപ്പ് കൊടുത്താണ്. അത് റിയാദിൽ നിന്ന് ജോലി ചെയ്ത പൈസ കൊണ്ടാണ് വാങ്ങിയെന്നൊക്കെ പറഞ്ഞു. അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനത് തൗബ ചെയ്ത് മടങ്ങട്ടെ. അവർ കവറിൽ അവനല്ലേ. എന്തിനാണ് കണ്ടന്റിന്റെ പേരിൽ ദീനി പ്രഭാഷകർ ഇത്തരത്തിലൊരു കുടുംബത്തിന്റെ മാതാപിതാക്കൾ പബ്ലിക്കിൽ വലിച്ചിട്ടിട്ട് ആക്ഷേപിക്കേണ്ട, അവഹേളിക്കേണ്ട കാര്യമില്ല. അവനക്ക് നിങ്ങളെ നന്മയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് പേഴ്സണലി കോൾ ചെയ്ത് സംസാരിക്കുക. നന്നായിക്കോട്ടെ. എന്തായാലും അനാൻചന്ദ്ര റിയാദിലുണ്ട്, നല്ലൊരു കഴിവുള്ള കലാകാരനാണ്. മാത്രമല്ല എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് മാതാപിതാക്കൾ അവനെ പറഞ്ഞിട്ടുള്ളത്, ആ ഉദ്ദേശം നിറവേറ്റട്ടെ. ഇനിയും ഒരുപാട് വേദികൾ കീഴടക്കട്ടെ. ലോകം അറിയപ്പെടുന്ന ഒരു മലപ്പുറം ജില്ലക്കാരായി മാറട്ടെ. തെറ്റുകൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് പരസ്പരം നന്നായിക്കോട്ടെ. അതാ കൗമും ജാഹിലും എന്ന് പറഞ്ഞത്.